ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ വീണ്ടും ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ഗൈസ്, നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് അടിപൊളി പടം. ഗൈസ്, ചിരിക്കാൻ കുറേയുണ്ട്. ഗൈസ്, ഞാൻ ഇരുന്നിട്ട് പറയാനുണ്ട്. ഗൈസ്, ചിരിക്കാൻ കുറേയുണ്ട്. ഒരു ഹൊററും പിന്നെ ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലറാണ്. ഗൈസ്, എല്ലാം മിക്സ്ഡാണ്. അപ്പോൾ കണ്ടില്ല ഗൈസ്, നിങ്ങൾക്ക് നല്ലോണം പേടിക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റ് റൈഡേഴ്സ് പോയിക്കോണം. ഗൈസ്, ഞാൻ ഇന്നലെ രാത്രി കാണുമ്പോൾ എൻ്റെ ആകുമ്പോൾ രാത്രി ഞാൻ പേടിച്ച് പറിച്ചിട്ടേ വന്നേ. അമ്മ കുറേ നല്ലോണം പേടിക്കാണ്ട്. കോമഡി ആയാലും ഹൊററും എല്ലാം എക്സ്ട്രീമാണ്. എടുത്ത് പറയേണ്ടത് മാത്യു തോമസിൻ്റെ ആക്ടിങ്. ഗൈസ്, ശരത് സഭയിലുണ്ട്. ശരത് സഭൻ്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ പടം ലോക, രണ്ടാമത്തെ ഞാൻ തോന്നുന്നത് ഇത് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഗൈസ്, അടിപൊളി പടമാണ്. കോമഡി ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എല്ലാം മിക്സഡുള്ള പടം. ഗൈസ്, കണ്ടിരിക്കുക, ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. പിന്നെ ലാഗ് നല്ല സാധനമില്ല. ഗൈസ്, ഞാൻ സുമതി വളവ് കാണുമ്പോൾ ചെറിയൊരു ലാഗലുണ്ടായിന്. ഹൊറർ വരുമ്പോൾ ഒരു ലാഗ് ഉണ്ടായിന്. പക്ഷേ ഇതിൽ ലാഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. എല്ലാം എക്സ്ട്രീമാണ്. ഗൈസ്, ഒന്നുപോലും ലോ ആവുന്നില്ല. എല്ലാം എക്സ്ട്രീം. ഗൈസ്, സോങ് ആയാലും അടിപൊളിയാണ്. വേടൻ്റെ സോങ് ലാസ്റ്റ്, അതല്ല വൈബ്. ഗൈസ്, പിന്നെ ശരിക്കും ഹൊറർ എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ ഒരു ചോറുരുളേൻ്റെ ഒരു ഹൊറർ ഉണ്ട്. ഗൈസ്, അതിൻ്റെ അത് ഞാൻ അധികം പറഞ്ഞാൽ അതായത് സ്പോയിലറാവും. എന്തായാലും നിങ്ങൾ സിനിമ കാണുക. പിന്നെ റോഷൻ ഷനവാസിലുണ്ട്. ഗൈസ്, റോഷൻ ഷനവാസിൻ്റെ മൂന്നാമത്തെ പടം. ഫസ്റ്റ് പടം ആവേശ. ഗൈസ്, അത് നല്ല കിട്ടില്ല ഇനി. ഗൈസ്, പിന്നെ വെച്ചാൽ മ്യൂസിക്കായാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഗൈസ്, എല്ലാ പടവും കാണുമ്പോൾ ഞാൻ ട്രെയിലർ കാണും. ഗൈസ്, ഈ പടം ഞാൻ കാണുമ്പോൾ ട്രെയിലർ കണ്ടിട്ട് അന്നേരം എനിക്കൊന്നാണ് ചെറിയൊരു ഇങ്ങനെ സംഭവിക്കും അതൊന്നും എനിക്കറിയില്ല. ഇത് കാണാൻ പോയി ലാസ്റ്റ് പേഴ്സ് കുറച്ചൊരവസ്ഥയായിട്ടാണ് വീട്ടിലെത്തിയത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇപ്പം നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ എന്നാണ് ബുക്ക് മൈ ഷോയിൽ ഉണ്ടാവുക. ഞാൻ ചെറിയ നിഗൂഢത മറ്റേ ദൃശ്യം അങ്ങനത്തെ ടൈപ്പ് പടാൻ വിചാരിച്ചിട്ട് പോയതാണ്. ഗൈസ്, അന്നേരം തിയേറ്ററിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഹൊററാണ്. ഞാൻ സാധാരണ ഞാൻ ടീസർ ട്രെയിലർ ഇതെല്ലാം കാണും. ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ സെൻസർ നോക്കും. സെൻസറിൽ ഹൊറർന്നൊന്നും ഉണ്ടായിട്ടില്ല. ഗൈസ്, പടം കാണാൻ പോയി പേടിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് അറിയാണ്ട് പോയോണ്ട് നല്ലോണം എക്സ്ട്രീം നമുക്ക് തോന്നും. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണേണ്ട അടിപൊളി പടം. ഗൈസ്, OTT വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാറ്. തിയേറ്റർ വാച്ച് മസ്റ്റ്. ഗൈസ്, ഈ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ചെയ്യാറ്. ഗൈസ്, മലയാളത്തിലും തെലുങ്കിലാന്ന് തോന്നുന്നു, തമിഴിൽ ഓടുന്നില്ലാന്ന് തോന്നുന്നു. ഏതെല്ലാം ഭാഷയിൽ ഓടുന്നുണ്ടെന്ന് അറിയില്ല. മലയാളം തെലുങ്കാന്ന് തോന്നുന്നു, കന്നഡ ഉണ്ടെന്ന് തോന്നുന്നു, വർക്കായിട്ട് അറിയില്ല. ഗൈസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൊറർ പടമാണെങ്കിൽ നമ്മൾ ഹൊറർ ഒരു വരുന്നുണ്ട്, നമുക്ക് കുറച്ച് സമയം നമുക്കൊരു ഇതുണ്ടാവും. ഇപ്പം വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല. ഇതിനകത്ത് പെട്ടെന്നൊരു സാധനം വീട്ടിലെല്ലാം വരും. ഏറ്റവും അതല്ല ഗൈസ്, മലയാളത്തിൽ ഇത്രയും നല്ല ഹൊറർ പടം എന്ന് പറഞ്ഞാൽ ഇത് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് തന്നെ ആയിരിക്കും. പേടിക്കാൻ കുറേ ഉണ്ട്. കോമഡി ആയാലും പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് ഈ ഹൊററിൻ്റെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഥ പോകുന്നത് ഒരു കൊലയാളി, അതായത് ആ നാടിനെ പേടിപ്പിക്കുന്ന ഒരാളെ മറ്റേ മാത്യു തോമസും അവരെല്ലാം കൂടി കീഴടക്കും. ഗൈസ്, അതാണ് ഈ പടം. പക്ഷേ അതിൻ്റെ അടുക്ക് ഹൊററായാലെല്ലാം ഉണ്ട്. പക്ഷേ ആ ഹൊറർ വരുന്നതിൽ ലാസ്റ്റ് നമ്മൾ ഈ പടം കഴിയുമ്പോൾ നമുക്ക് എന്തിനാണ് ഹൊറർ വന്നതെന്ന് നമുക്ക് തോന്നില്ല. ഗൈസ്, ലോജിക്ക് വെച്ച് നോക്കാണ്ടെന്ന് അടിപൊളി പടം. ജസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നേ. എനിക്കിത്ര പറയാനുള്ളൂ. മൈ പേഴ്സണൽ റിവ്യൂ ആണ് ഗൈസ് ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ ഏറ്റവും വലിയ ഹൊറർ പടം ഇത് കാര്യം. ഗൈസ്, എൻ്റെ റിവ്യൂ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, പുതിയൊരു വ്ളോഗോ ചാനലോ റിവ്യൂ എന്ത് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നിങ്ങൾ ഗ്യാങ് ചേരാൻ താല്പര്യമുണ്ട് ഗൈസ്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. ബൈ ഗൈസ്, ഇത്രയുള്ളൂ. ഗൈസ്, എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ വലിയ മൂടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും വെറുതെ എന്തായാലും 1.5 വീഡിയോ ഇടണം, അതുകൊണ്ട് വന്നതാണ്. ഗൈസ്, എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടോ ചെറിയ സംശയമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഗൈസ്, ബൈ.